ഹലോ, അമ്പാടിക്കണ്ണൻ്റെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ അരി അടുപ്പത്തിടാനായിട്ട് കലത്തിൽ വെള്ളം വെച്ചു. രാവിലെ കഴിക്കാനായിട്ട് വയണയിലപ്പം ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അപ്പോഴത്തേക്കുമാണെങ്കിൽ അമ്പാടിക്കണ്ണൻ എഴുന്നേറ്റ്. പിന്നെ അയാൾക്ക് ചായയൊക്കെ കൊടുത്തിട്ട് അയാൾ TV കണ്ടുകൊണ്ടിരുന്നു. ഉള്ളിയും തൊമരയും കൊണ്ടുള്ള കറിയായിരുന്നു ഇന്ന് വെച്ചത്. അതിനകത്തായിട്ട് തൊമര ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കുക. അതിനകത്തോട്ട് കൊച്ചുള്ളി അരിഞ്ഞതും പച്ചമുളകും കൂടെ ചേർത്ത് വേവിക്കുക. അത് വെന്ത് വരുമ്പോഴത്തേക്കും ഒരു ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ആവശ്യത്തിന് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് അത് ചൂടാക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളിട്ടത് ചൂടാക്കണം. ചൂടാക്കിയതിന് ശേഷം അത് ആ വെന്തിരിക്കുന്ന ഉള്ളിയും തൊമരയ്ക്കകത്തേക്ക് ഇടുക. അതിൻ്റെ കൂടെ തന്നെ പുളിവെള്ളവും പിഴിഞ്ഞൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ചീവക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അമ്മ തൊഴിലുറപ്പിന് പോയിട്ട് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് വന്നു. അന്നേരം പച്ചച്ചീര കൊണ്ടുവന്ന്. പിന്നെ അമ്മയാണെങ്കിൽ അതരിഞ്ഞ് തോരൻ വെച്ച്. അമ്മയാണെങ്കിൽ ഈ ചീരയിലെ തോരൻ വെക്കുമ്പോൾ അതിനകത്ത് സവാളയും അരിഞ്ഞിടും. തോരൻ വെന്തിട്ട് അമ്മയും അച്ഛനും കൂടെ ചോറ് കഴിച്ച്. പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ തുണി കഴുകി വിരിച്ചിട്ടിട്ട് വന്ന് കുഞ്ഞിന് ചോറ് കൊടുത്തു. കുഞ്ഞിന് ചോറ് കൊടുത്തിട്ടാണ് ഞാൻ കഴിച്ചത്. കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. ഉറക്കം എഴുന്നേറ്റിട്ട് വന്നപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ട് വിളക്ക് കത്തിക്കാനായിട്ട് വിളക്കെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച്, എന്നിട്ട് വിളക്കത്ത് നമ്മൾ പൂവൊക്കെ വെക്കത്തില്ലേ, അതിന് വേണ്ടി കുറച്ച് പൂവൊക്കെ പിച്ചി വെച്ച്. പാലപ്പൂവും ചെമ്പരത്തിപ്പൂവും തുളസിയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം പിച്ചി വെച്ചിട്ട് പിന്നെ മുറ്റം തൂക്കാൻ പോയി. മഴ പെയ്തപ്പോഴത്തേക്കും മുറ്റം മൊത്തം നല്ല ചപ്പായിരുന്നു. പിന്നെ ഞാൻ പോയി പിന്നെ മുറ്റം തൂക്കും. സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കും വിളക്കൊക്കെ കത്തിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുമുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ടാറ്റ, ഓക്കെ, ബൈ.